നമസ്കാരം. ഭാരതത്തിന്റെ അതിർത്തികളിൽ കണ്ണു ചിമ്മാതെ കാവലിരിക്കാൻ ISROയുടെ പുതിയ ചാരക്കണ്ണ് ഒരുങ്ങുന്നു. വരാനിരിക്കുന്ന ജനുവരി 12-ന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് കുതിച്ചുയരുന്ന PSLV C-62 റോക്കറ്റ് വഹിക്കുന്നത് സാധാരണ ഒരു ഉപഗ്രഹത്തെയല്ല, മറിച്ച് ശത്രുക്കളുടെ ഉറക്കം കെടുത്തുന്ന EOS N-1 എന്ന അന്വേഷകയാണ്. DRDO വികസിപ്പിച്ചെടുത്ത ഈ അത്യാധുനിക ഉപഗ്രഹം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ വലിയൊരു വിപ്ലവത്തിനാണ് തുടക്കമിടുന്നത്. എന്താണ് അന്വേഷയെ ഇത്ര അപകടകാരിയാക്കുന്നത്? ഇതിലുപയോഗിച്ചിരിക്കുന്ന ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് സാങ്കേതിക വിദ്യയാണ് ഇതിൻ്റെ കരുത്ത്. സാധാരണ ക്യാമറകൾക്ക് കാണാൻ കഴിയുന്നതിനേക്കാൾ 100 കണക്കിന് മടങ്ങ് സൂക്ഷ്മമായ തരംഗ ദൈർഘ്യങ്ങൾ തിരിച്ചറിയാൻ ഈ ഉപഗ്രഹത്തിന് സാധിക്കും. അതായത് ഭൂമിയിലുള്ള വസ്തുക്കൾ പ്രതിഫലിപ്പിക്കുന്ന പ്രകാശത്തിന്റെ ചെറിയ വ്യത്യാസങ്ങൾ പോലും തിരിച്ചറിഞ്ഞ് അത് എന്ത് വസ്തുവാണെന്ന് കൃത്യമായി പറയാൻ അന്വേഷയ്ക്ക് കഴിയും. ശത്രുരാജ്യങ്ങൾക്ക് ഈ ഉപഗ്രഹം വലിയ തിരിച്ചടിയാകുന്നത് പ്രധാനമായും 3 കാരണങ്ങളാലാണ്. കാടിനുള്ളിലോ മലയിടുക്കിലോ ശത്രുക്കൾ നിർമ്മിക്കുന്ന രഹസ്യ താവളങ്ങൾ, ബങ്കറുകൾ എന്നിവ ഇനി ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല. മരങ്ങൾക്കോ പച്ചപ്പിനോ ഇടയിൽ ഒളിപ്പിച്ചിരിക്കുന്ന സൈനികരെയോ വാഹനങ്ങളെയോ തത്സമയം കണ്ടെത്താൻ അന്വേഷയ്ക്ക് സാധിക്കും. സൈനിക ടാങ്കുകളോ ആയുധങ്ങളോ തുണികൊണ്ടോ മറ്റു നിറങ്ങൾ കൊണ്ടോ മൂടിവെച്ച് മറയ്ക്കാൻ ശ്രമിച്ചാൽ ഈ ഉപഗ്രഹം അത് എളുപ്പത്തിൽ കണ്ടെത്തും. യഥാർത്ഥ ഇലകളും പെയിന്റ് ചെയ്ത തുണികളും തമ്മിലുള്ള വ്യത്യാസം പോലും അന്വേഷയുടെ സെൻസറുകൾ തിരിച്ചറിയും. അതിർത്തിക്കപ്പുറം പാകിസ്ഥാനോ ചൈനയോ നടത്തുന്ന ചെറിയ റോഡ് നിർമ്മാണമോ സൈനിക വിന്യാസമോ പോലും ഉടനടി ഇന്ത്യൻ സേനയുടെ കൺമുന്നിലെത്തും. ശത്രു ഒരു ആക്രമണത്തിന് പ്ലാൻ ചെയ്താൽ അത് മുൻകൂട്ടി അറിയാനും പ്രതിരോധിക്കാനും ഇന്ത്യക്ക് ഇതിലൂടെ സാധിക്കും. അതിർത്തിയിലെ ഓരോ ചലനവും കൃത്യമായി നിരീക്ഷിക്കുന്നതിലൂടെ ഇന്ത്യയുടെ പ്രത്യാക്രമണ ശേഷി 10 മടങ്ങ് വർദ്ധിക്കും. 2025-ൽ നേരിട്ട ചില വെല്ലുവിളികൾക്ക് ശേഷം ISRO നടത്തുന്ന ഈ തിരിച്ചുവരവ് ശത്രുക്കൾക്കുള്ള ശക്തമായ മുന്നറിയിപ്പാണ്. ആകാശത്ത് ഇന്ത്യയുടെ കാവൽക്കണ്ണ് തുറക്കുമ്പോൾ അതിർത്തികൾ കൂടുതൽ സുരക്ഷിതമാകും. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.